ഹായ് ഓൾ, നിങ്ങൾക്ക് എല്ലാവരും മാത്സിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് 5 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും 5 ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ലാസ്റ്റിൽ ഇതിലെ മെയിൻ പോയിന്റ്സ്, ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Let S be the set of all points in a plane and R be a relation on the set S given by R is equal to set of all AB such that distance between A and B less than 5 units. Show that R is reflexive and symmetric but not transitive. നമുക്ക് ഈ ഒരു റിലേഷൻ തന്നിട്ടുള്ള റിലേഷൻ എന്താണ്? R is equal to set of all AB such that distance between A and B less than 5 units ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A related to B ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ we have to prove that R is reflexive. റിഫ്ലെക്സീവ് ആണെങ്കിൽ എങ്ങനെയാണ് റിഫ്ലെക്സീവ്? ഈ S എന്ന സെറ്റിലെ എല്ലാ പോയിന്റ്സിനും A belongs to X. Let A എന്നത് എസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം? A റിലേറ്റഡ് ടു A തന്നെ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പറയാം R റിഫ്ലെക്സീവ് ആണെന്ന് പറയാം അല്ലേ? നമുക്കറിയാം ഒരു പോയിന്റിൽ നിന്ന് അതേ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ആൻഡ് 0 ലെസ് ദാൻ 5 ആണ്. അതുകൊണ്ട് നമുക്ക് A റിലേറ്റഡ് ടു A തന്നെയാണെന്ന് പറയാം. എന്ന് എയിലോട്ടുള്ള ദൂരം എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ലെസ് ദാൻ 5 യൂണിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A റിലേറ്റഡ് ടു A തന്നെ എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? R is reflexive. R is reflexive. അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് R ഒരു സിമെട്രിക് ആണെന്ന് പറയേണ്ടത് അല്ലേ? സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എപ്പോഴാണ് ഒരു റിലേഷൻ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാം? A related to B ആണെങ്കിൽ if A related to B implies B related to A എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? R റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ കൺസിഡർ A related to B. A related to B, അതായത് അതുകൊണ്ട് എന്താ പറയാം? A related to B if A and B ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and B ലെസ് ദാൻ 5 യൂണിറ്റ്സ് ആകുമ്പോഴാണ് A related to B ആവാം. അപ്പം A റിലേറ്റഡ് ടു B ആയതുകൊണ്ട് അത് ലെസ് ദാൻ 5 ആയി. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ലെസ് ദാൻ 5 ആയിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ? ബിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസും ലെസ് ദാൻ സെയിം തന്നെ ആയിരിക്കും അല്ലേ? A ടു ബിക്കുള്ള അതേ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ബിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസും അതും ലെസ് ദാൻ 5 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? B റിലേറ്റഡ് ടു A എന്നും കൂടെ പറയാം. അപ്പൊ നമുക്ക് A റിലേറ്റഡ് ടു B എന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റി? B റിലേറ്റഡ് ടു A എന്നും പറയാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? R is symmetric. R is symmetric. ഇനി അടുത്തതായിട്ട് നമുക്ക് we have to show that not transitive. ഈ R എന്ന റിലേഷൻ not transitive എന്ന് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് എലമെന്റ്സിന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്കത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം. ലെറ്റ് A is equal to 0 0, B is equal to 3 0 and C is equal to 7 0. These are 3 points on the set S. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് A റിലേറ്റഡ് ടു B ആയിരിക്കുമോ നോക്കാം. A റിലേറ്റഡ് ടു B ആണോ? അതായത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 3 ആണ്. 3 ലെസ് ദാൻ 5 ആണ്. ഇനി ബിയും സിയും നോക്കുക. ബി റിലേറ്റഡ് ടു സി ആണോ നോക്കാം. ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 4 ആണ് അല്ലേ? 4 ലെസ് ദാൻ 5 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം A റിലേറ്റഡ് ടു ബി ആണ്, അതേപോലെ ബി റിലേറ്റഡ് ടു സിയും ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ട്രാൻസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റിയേനെ? A റിലേറ്റഡ് ടു സി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയേനെ. നമുക്ക് നോക്കാം. A റിലേറ്റഡ് ടു സി ആണ്. A 0 0, C എന്താണ്? 7 0. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ വരിക? 7 ആണ് വരിക. 7 ഈസ് മോർ ദാൻ 5 ആണ്, ഗ്രേറ്റർ ദാൻ 5 ആണ് അല്ലേ? 7 ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷന് കോൺട്രഡിക്ഷൻ ആയിട്ടാണല്ലോ ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു C does not implies A related to C. Therefore R is not transitive.
therefore R is not transitive. Second question endana, show that the function f from n to n defined by f of x equal to 2x minus 1 is not onto. Function is from natural numbers to natural numbers. നമുക്ക് ഇത് ഓൺ ടു അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രൂവ് ഒരു പെർട്ടിക്കുലർ എലമെന്റിന് ഇവിടത്തുള്ള ഒരു പെർട്ടിക്കുലർ എലമെന്റിന് ഇവിടെ ഒരു പ്രീ ഇമേജ് ഇല്ല എന്ന് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് പറയാം. നമുക്ക് കൺസിഡർ ലെറ്റ് 2 belongs to codomain. 2 belongs ഇവിടെ നിന്നാണ് എടുത്തത്. 2 belongs to ഇമേജ്. അങ്ങനെയാണെങ്കിൽ ഇത് ഓൺ ടു ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രീ ഇമേജ് കാണാൻ പറ്റണം. നോക്കാം നമുക്ക് പറ്റുമോ എന്നുള്ളത്. 2 is equal to 2x minus 1 ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ. അപ്പം 2 plus 1 is equal to 2x. So x is equal to 3/2. 3/2 എന്നത് നാച്ചുറൽ നമ്പറിലുള്ള എലമെന്റ് ആണോ? അല്ല, does not belongs to നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് 2 എന്നൊരു എലമെന്റിന് കോഡൊമൈനിൽ എടുത്തപ്പോൾ അതിനൊരു പ്രീ ഇമേജ് നമുക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല എന്ന് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ f of x is equal to sin x plus cos x. sin x plus cos x. നമുക്കറിയാം sin x-ന്റെ റേഞ്ച് എത്രയാണ്, -1 to 1 ആണ്. അതേപോലെ cos x-ന്റെ റേഞ്ചും -1 to 1 ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, f of x equal to sin x plus cos x എന്നാണ് അല്ലേ. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. sin x plus cos x that is equal to √2 into 1/√2 sin x plus 1/√2 cos x that is equal to √2 into നമുക്കറിയാം cos pi/4ന്റെ വാല്യൂ ആണ് എന്ത്, 1/√2. അപ്പോൾ ഈ 1/√2ന് പകരം ഞാൻ cos pi/4 എന്ന് ചേർക്കാണ്. sin x is equal to cos pi/4 പ്ലസ് അതേപോലെ sin pi/4ന്റെയും വാല്യൂ എന്താണ്, 1/√2. അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ വി ക്യാൻ റൈറ്റ് ദ sin pi/4. കൂടാതെ നമുക്കറിയാം sin a plus b is equal to sin a plus b is equal to sin a cos b plus sin a cos b plus sin b cos a എന്നറിയില്ലേ. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് sin x plus pi/4. ഓക്കെ, sin x plus pi/4ന്റെ എക്സ്പാൻഷൻ ആണ് എന്ത്, sin x cos pi/4 plus cos x sin pi/4. ഇനി നമുക്കറിയാം സൈനിന്റെ വാല്യൂ റേഞ്ച് എവിടെ മുതലാണ്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇത് സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x plus pi/4 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. പക്ഷെ നമ്മൾ sin x plus cos x നമുക്ക് √2 into sin x plus pi/4 എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ √2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ √2 വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇക്വേഷനിൽ ഫുള്ളായിട്ട് √2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. -√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2 sin x plus pi/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √2. ഇതെന്ന് പറഞ്ഞത് എന്താണ്, ഈ ഒരു sin x plus cos x ആണ് നമ്മൾ √2 into sin x plus pi/4 ആക്കി മാറ്റിയത് അല്ലേ. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ വി ക്യാൻ റൈറ്റ് ദ sin x plus cos x. അപ്പം വാട്ട് ഈസ് റേഞ്ച് ഓഫ് sin x and plus cos x in between -√2 and plus including -√2 and plus √2. അപ്പോൾ range is equal to closed interval -√2 and plus √2. Fourth question എന്താണ്, if r
if f from R to R is defined by f of x equal to 3 minus x cube all raised to 1 by 3, then f of x. നമുക്ക് ഇവിടെ കാണേണ്ടത് f of x ആണ്. അപ്പോൾ f of x we can write it as f of x. And what is the f of x എന്താണ്? 3 minus x cube all raised to 1 by 3. അപ്പോൾ നമുക്ക് instead of f of x we can replace with the 3 minus x cube all raised to 1 by 3. ഓക്കെ, ഇനി f of this one പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യണം? എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 3 മൈനസ്, ഇനി എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യണം? 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റീസ് ടു 1 by 3 എന്ന് ചേർക്കണം അല്ലേ? 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റീസ് ടു 1 by 3, then cube, all cube, x cube, then all raised to 1 by 3. That is equal to 3 minus x cube. This 3 we can cancel, all raised to 1 by 3. That is equal to 3 minus 3 we can cancel, minus into minus plus x cube all raised to 1 by 3. That is equal to x. So what we got? f of x equal to x itself. f of x is equal to x itself. Fifth question endana? If the binary operation star on n is defined by a star b is equal to a raised to b, then find 2 star 3. First we have to find out 2 star 3. അപ്പോൾ 2a raised to b. അപ്പോൾ 2 raised to 3. What is 2 raised to 3? 2 raised to 3 is equal to 8. Next 3 star 2. 3 star 2 എന്ന് പറഞ്ഞത് എന്താണ്? 3 raised to 2. That is equal to 9. അപ്പോൾ 3 star 2 is equal to 9. 2 star 3 is equal to 8. അപ്പം ഈ ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല അല്ലേ? നമുക്കത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? 1 star 2 star 3 കാണണം അല്ലേ? 1 star 2 എന്താണ്? 1 star 2 is equal to 1 raised to 2 അല്ലേ? a raised to b. So 1 raised to 2, that is equal to 1. Then 1 star 2 1. So 1 star 3 is equal to 1 raised to 3, that is equal to 1. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 1 star 2 star 3, that is equal to 1 star 2 star 3 എത്രയാണ്? 2 raised to 3, that is equal to 1 star into 8, that is equal to 1 raised to 8, that is equal to 1. ഇനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ആർ ഈസ് എ റിലേഷൻ If R is a relation on R defined by x related to y if and only if x minus y plus root 2 is a irrational number. It is a irrational number. Then R is reflexive, symmetric, transitive, none of these. നമുക്ക് നോക്കാം. x minus 1 plus root 2 belongs to ഇറാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എക്സ് റിലേറ്റഡ് ടു വൈ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു എക്സ് എൻ ആയിരിക്കും. എക്സ് റിലേറ്റഡ് ടു എക്സ് എൻ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് പ്ലസ് റൂട്ട് 2 എന്തായിരിക്കും? എക്സ് മൈനസ് എക്സ് 0 പ്ലസ് റൂട്ട് 2. റൂട്ട് 2 തന്നെ ആയിരിക്കും അല്ലേ? ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സോ ഫോർ എനി എക്സ് വി ക്യാൻ പ്രൂവ് that number x minus x plus root 2 is an irrational number. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? R is reflexive. R is reflexive ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് ഓപ്ഷനും കൂടി നോക്കാം നമുക്ക്, സിമെട്രിക് ആണോ എന്നുള്ളത്. ഇപ്പം x ഈക്വൽ ടു റൂട്ട് 2 എന്നും y ഈക്വൽ ടു 2 എന്നും എടുത്താൽ നമുക്കറിയാം എക്സ് റിലേറ്റഡ് ടു y ആയിരിക്കുമല്ലോ. അതായത് റൂട്ട് 2 മൈനസ് 2 പ്ലസ് റൂട്ട് 2 അല്ലെ? എക്സ് മൈനസ് വൈ പ്ലസ് റൂട്ട് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 2 മൈനസ് 2 ആണ് അല്ലേ? 2 റൂട്ട് 2 മൈനസ് 2. ഇതൊരു ഇറാഷണൽ നമ്പർ തന്നെ ആയിരിക്കില്ല. റൂട്ട് 2 ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊരു ഇറാഷണൽ നമ്പർ ആണെന്ന്
പറയാം. ഇനി തിരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് y റിലേറ്റഡ് ടു എക്സ് ആണോ എന്ന് നോക്കാം. ദാറ്റ് ഈസ് y മൈനസ് എക്സ്, അതായത് 2 മൈനസ് √2 പ്ലസ് √2 പ്ലസ് √2. ദാറ്റ് മൈനസ് √2ഉം പ്ലസ് √2 എന്തായി പോവും, ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, 2. 2 ഈസ് എ റാഷണൽ നമ്പർ. ഇതൊരു റാഷണൽ നമ്പർ. നമുക്ക് എപ്പോഴാണ് റിലേഷൻ ആവുള്ളൂ, ഇഫ് ഇറ്റ് ഈസ് എ ഇറാഷണൽ നമ്പർ. നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്, ഒരു റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, y റിലേറ്റഡ് ടു എക്സ് അല്ല എന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു റിലേഷൻ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു 1 എന്നും y is equal to 2 z is equal to √2 എന്ന് എടുത്താൽ നമുക്ക് ഈ ഒരു റിലേഷന് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. എക്സ് റിലേറ്റഡ് ടു y ആണോ, 1 മൈനസ് 2√2 പ്ലസ് √2. 1 മൈനസ് 2√2 പ്ലസ് √2 ഒരു ഇറാഷണൽ നമ്പർ ആണോ, അതെ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് √2. ഇറ്റ് ഈസ് എ ഇറാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ് റിലേറ്റഡ് ടു y ആണെന്ന് പറയാം. അതേപോലെ y റിലേറ്റഡ് ടു z ആണോ, 2√2 മൈനസ് √2 പ്ലസ് √2 ഇസ് ഈക്വൽ ടു 2 മൈനസ് √2 റിസൾട്ട് എന്താണ്, 2√2 ആണ് അല്ലേ. ഇത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് എക്സ് we can say that y related to z ആണെന്നും പറയാം. y related to z ആണെന്നും പറയാം. ഈ ഒരു 6 ട്രാൻസിറ്റീവ് ആണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു y റിലേറ്റഡ് ടു z ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, എക്സ് റിലേറ്റഡ് ടു z എന്ന് കിട്ടിയാൽ നമുക്ക് ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. നമുക്ക് നോക്കാം. എക്സ് റിലേറ്റഡ് ടു z എന്ന് പറഞ്ഞെങ്കിൽ എക്സ് മൈനസ് z പ്ലസ് √2 ഒരു ഇറാഷണൽ നമ്പർ ആണ്. എക്സ് മൈനസ് z, എക്സ് 1 മൈനസ് z എന്താണ്, √2 പ്ലസ് √2. മൈനസ് √2ഉം പ്ലസ് √2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 1. ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ അല്ലേ. ഇതൊരു റാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, എക്സ് നോട്ട് റിലേറ്റഡ് ടു z ആണ്. അപ്പം എക്സ് റിലേറ്റഡ് ടു y ആണ്, y റിലേറ്റഡ് ടു z, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈസ് എക്സ് റിലേറ്റഡ് ടു z. Therefore this relation is not transitive. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ 0 to infinity and f of x is equal to x by 1 plus x, then f is, first option 1 1 and on 2, second option 1 1 but not on 2, third option on 2 but not 1 1, third option, fourth option neither 1 1 nor on 2. നമുക്ക് നോക്കാം ഈ ഒരു ഫംഗ്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ 1 1 ആവുമെന്ന് പറയാം. ഇവിടെയുള്ള എല്ലാ ഡിഫറെൻറ്റ് എലമെൻസിനും, ഇവിടെ നിന്നുള്ള എല്ലാ ഡിഫറെൻറ്റ് എലമെൻസിനും അവിടെ ഡിഫറെൻറ്റ് ഇമേജ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഫംഗ്ഷന് 1 1 ആണെന്ന് പറയാം. സപ്പോസ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് x2, അതായത് എഫ് ഓഫ് x1ൻ്റെ ഇമേജും x1ൻ്റെ ഇമേജും x2ൻ്റെ ഇമേജും സെയിം ആണെന്ന് എടുക്കാം. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു x1 ബൈ 1 പ്ലസ് x1, ദാറ്റ് ഈസ് ഈക്വൽ ടു x2 ബൈ 1 പ്ലസ് x2. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x1 ഇൻറ്റു 1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു x2 ഇൻറ്റു 1 പ്ലസ് x1 എന്ന് എഴുതാം. അതായത് x1 പ്ലസ് x1 ഇൻറ്റു x2 ഇസ് ഈക്വൽ ടു x2 പ്ലസ് x1 ഇൻറ്റു x2 എന്ന് കിട്ടും. ഇവിടെയും x1 x2 ഉണ്ട്, ഇവിടെയും x1, ദാറ്റ് വി ക്യാൻ ക്യാൻസൽ. ലാസ്റ്റ് എന്ത് കിട്ടും, x1 ഇസ് ഈക്വൽ ടു x2. അതായത് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, x1 ഇസ് ഈക്വൽ ടു x2. അതായത് നമുക്ക് എന്ത് കിട്ടി, ദിസ് ഫംഗ്ഷൻ ഇസ് 1 1. ഈ ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി, 1 1 ആണെന്ന് കിട്ടി. ഇനി ഒരു ഫംഗ്ഷന് ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാം. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള എല്ലാ എലമെൻസിനും ഇവിടെ എന്തുണ്ടാവണം, ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്താന്ന് പറയാം, ഓൺ ടു ആണെന്ന് പറയാം. ലെറ്റ് ഇവിടുന്ന് ഒരു y ആർബിട്രറി എലമെന്റ് y ബിലോങ്സ് ടു കോഡൊമൈൻ എന്ന് എടുത്താൽ therefore y is equal to x by 1 plus x എന്ന് എഴുതാം അല്ലേ. ഒരു ഫോർ സം വാല്യൂ ഓഫ് x we can write y is equal to x by 1 plus x എന്ന് എഴുതാം. that implies y into 1 plus x is equal to x, that is y plus xy is equal to x.
that is y plus xy minus x is equal to 0, that is x into y minus 1 is equal to minus y, that is x is equal to minus y by y minus 1, that is equal to y by 1 minus 1. അപ്പോൾ നമുക്കറിയാം ഇവിടെ വൈൻ്റെ വാല്യൂ 1 ആവുന്ന കേസിൽ നമുക്ക് ഒരു എക്സ് അവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വൈൻ്റെ വാല്യൂ, അതായത് ഇവിടെയുള്ള 1 എന്നതിന് ഇവിടെ ഒരു പ്രീമേജ് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കറിയാം ഇവിടെയുള്ള എല്ലാ എലമെൻസിനും നമുക്ക് ഇവിടെ ഒരു പ്രീമേജ് കണ്ടെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വൈക്ക് 1 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കറിയാം വൈ 1 മൈനസ് 1 0 ആയിട്ട് മാറും അല്ലേ. നമുക്ക് ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ അത് ഡിഫൈൻഡ് അല്ല. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 1 1 ബട്ട് നോട്ട് ഓൺ ടു. Next question, third question, find the domain of the function f of x is equal to root of x square minus 4 by x minus 5. നമുക്കറിയാം ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫൈൻഡ് ആവുള്ളൂ, ഇതിൻ്റെ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഇത് ഗ്രേറ്റർ ദാൻ 0 ആയെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പം എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 5 എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 4 എക്സ് മൈനസ് 5നെ നമ്മൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും minus 5 greater than or equal to 0, that is x square minus 4 into x minus 5 greater than or equal to 0, that is x plus 2 into x minus 2 into x minus 5 greater than or equal to 0. നമുക്ക് നമ്പർ റിയൽ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 2, എക്സ് മൈനസ് 2 ഈക്വൽ 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 2, എക്സ് മൈനസ് 5 ഈക്വൽ 0, എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഈ റിയൽ ലൈൻ നമുക്ക് 3 ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 2, മൈനസ് 2 ടു 2, 2 ടു 5 ആൻഡ് 5 ടു ഇൻഫിനിറ്റി. നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ഇതിലൊരു പോയിന്റ് ഇട്ട് നോക്കാം. ഇതിലൊരു പോയിന്റ് ആണെന്ത്, ഈ ഒരു ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് ആണെന്ത്, -3. -3 നമുക്ക് ഇതിലിട്ട് കൊടുക്കുമ്പോൾ -3 ഓൾ സ്ക്വയർ മൈനസ് 4 ബൈ x -3 minus 5, that is equal to -3 all square എന്ന് പറയുന്നത് 9 minus 4 by 3 minus 5. 3 minus 5 -2. അപ്പം ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആണ് അല്ലേ. നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം ഈ ഒരു കേസിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ എന്താണ് നമുക്ക് ലെസ് ദാൻ 0 ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഇതിൽ ഡൊമൈനിൽ ഉണ്ടാവില്ല. ഇനി -2 to 2 നോക്കാം. -2 to 2ൽ ഒരു നമ്പറാണ് 0 അല്ലേ. 0 നമുക്ക് ഈ ഒരു കേസിലിട്ട് നോക്കാം. 0 square minus 4 by 0 minus 5, that is minus 4 by minus 5, that is equal to 4 by 5. 4 by 5 greater than 0 ആണ്. അപ്പം ഈ ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് എന്താണ്, ഈ ഒരു ഡൊമൈന് ഡിഫൈൻഡ് ആണ് അല്ലേ. ഇനി നമുക്ക് 2 to 5 നോക്കാം. 2 to 5 ഒരു എലമെൻ്റ് ആണ് എന്ത്, 3 അല്ലേ. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 square minus 4 by 3 minus 5, that is equal to 3 square എന്ന് പറഞ്ഞത് എന്താണ്? 9 minus 4 by 3 minus 5, -2, that is equal to 5 by negative. ഇത് ലെസ് ദാൻ 0 ആണ്. അപ്പം ഈ ഒരു ഇൻ്റർവെല്ലിലും എന്തില്ല, 2 ഈ ഒരു ഇൻ്റർവെല്ലിലും നമുക്ക് ഡൊമൈന് പറ്റില്ല. ഇനി 5 to infinity നോക്കാം. 5 to infinity 5 പറ്റുമോ? ഇവിടെ 5 കൊടുക്കുമ്പോൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 minus 5 ഇവിടെ ഡിനോമിനേറ്റർ ബിക്കംസ് 0 ആയിട്ട് മാറും അല്ലേ. അതുകൊണ്ട് 5 എന്ന പോയിന്റ് നമുക്ക് എന്ത് പറ്റില്ല, ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഇനി നമുക്ക് 5ൻ്റെ അങ്ങോട്ട് നോക്കിയാൽ 5 to infinity ഒരു പോയിന്റ് ആണ് 6 അല്ലേ. 6 നോക്കുക. 6 square minus 4 by 6 square minus 4 by 6 minus 5 is equal to 6 square it is 36 minus 4 by 6 minus 5 1, 36 minus 4 32 by 1 greater than 0 ആണ്.
ഓക്കെ. അപ്പോൾ ഈ ഒരു ഇൻ്റർവെൽ അപ്പോൾ ഏതൊക്കെ ഇൻ്റർവെൽ -2 to 2 ഉണ്ട് ആൻഡ് 5 to ഇൻഫിനിറ്റി ആണ്. അപ്പം കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 to 2 ആൻഡ് 5 to ഇൻഫിനിറ്റി. ഇവിടെ ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 5ൽ എന്തല്ല ഡിഫൈൻഡ് അല്ല, അപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷന് ആൻസർ ആവാതിരുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി. Fourth question, let f from closed interval to infinity to r be the function defined by f of x equal to x square minus f of x is equal to x square minus 4x plus 5. Then range of f is, then range of f. നമുക്ക് x square minus 4x plus 5 we can split it as x square minus 4x plus 4 plus 1 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 4x plus 4 നമുക്ക് എക്സ് മൈനസ് 2 the whole square plus 1 എന്ന് പറയാം. അപ്പോൾ റേഞ്ച് നമുക്ക് എക്സ് മൈനസ് 1 the whole square plus 1. ഇത് എന്തായാലും എന്തായിരിക്കും? എക്സ് മൈനസ് 1 the whole square എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പറായി. സ്ക്വയേഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് 1. അതുകൊണ്ട് നമുക്ക് ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 1 പ്ലസ് ഈ പോസിറ്റീവ് നമ്പർ എന്തായിരിക്കും? എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു റേഞ്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. റേഞ്ച് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ? റേഞ്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി 1 അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 2. എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എന്താ നോക്കാം. എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 2 minus 2 the whole square plus 1. 2 minus 2 the whole square 0, 0 square plus 1 1 അല്ലേ? അപ്പോൾ റേഞ്ചിൽ എന്തുണ്ട്? 1ഉം ഇൻക്ലൂഡ് ആണ്. അപ്പം കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to infinity. Closed interval 1 to option B. Correct answer is closed interval 1 to infinity. Fifth question, let f from r to r be the function defined by f of x equal to x square x cube plus 5, then f inverse of x. f of x is equal to x cube plus 5. Okay, now let y is equal to x cube plus 5, then y minus 5 is equal to x cube, then x is equal to cube root of y minus 5. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, y minus y all raised to 1 by 3. So we can define g of x, that is f inverse of x is equal to, we can write x minus 5 all raised to 1 by 3. So correct option is option B, x minus 5 all raised to 1 by 3. എല്ലാവരും മൺഡേ മോർണിംഗിൽ തന്നെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.